മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വിനോദസഞ്ചാരികളായ കുടുംബത്തിന് നേരെ ആക്രമണം. ലൈംഗികാതിക്രമം ചെറുക്കാൻ ശ്രമിച്ച യുവതിയെയും കുടുംബത്തെയും കാറിൽ പിന്തുടർന്ന് ആക്രമിച്ചു. സംഭവത്തിൽ 9 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഞായറാഴ്ചയായിരുന്നു സംഭവം. വിനോദസഞ്ചാര കേന്ദ്രമായ ഇഗത്പുരി സന്ദർശിക്കാൻ എത്തിയതായിരുന്നു കുടുംബം. സംഘത്തിലുണ്ടായിരുന്ന യുവതിയെ ഏതാനും യുവാക്കൾ ചേർന്ന് വിസിലടിക്കുകയും അശ്ലീല വാക്കുകൾ പറഞ്ഞ് ശല്യപ്പെടുത്തുകയും ചെയ്തു. ഇത് കുടുംബാംഗങ്ങൾ ചോദ്യം ചെയ്തതോടെ യുവാക്കൾ പ്രകോപിതരായി. സംഭവസ്ഥലത്തു നിന്ന് പോകാൻ ശ്രമിച്ച കുടുംബത്തെ അക്രമി സംഘം കാറിലും ബൈക്കിലുമായി 15 കിലോമീറ്ററോളം പിന്തുടർന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇരുമ്പുവടി ഉപയോഗിച്ച് കുടുംബം സഞ്ചരിച്ച വാഹനം സംഘം ആക്രമിക്കുകയായിരുന്നു. കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കുടുംബം പകർത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് പ്രതികളെ തിരിച്ചറിയാൻ സാധിച്ചത്. അക്രമി സംഘം ഇരുമ്പ് വടികളും ബാറ്റും ഉപയോഗിച്ച് കുടുംബത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. യുവാക്കൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കുടുംബം പോലീസിനോട് പറഞ്ഞു. ആക്രമണത്തിനിടയിൽ യുവതിയുടെ 2 പവനിലധികം വരുന്ന സ്വർണ്ണമാലയും മൊബൈൽ ഫോണും സംഘം കവർന്നു. പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും 9 പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടക്കത്തിൽ 7 പേർക്കെതിരെയായിരുന്നു കേസെങ്കിലും അന്വേഷണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായിരുന്നു. വധശ്രമം, കവർച്ച, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പോലീസിന്റെ സമയബന്ധിതമായ ഇടപെടലിൽ കുടുംബം തൃപ്തിയും നന്ദിയും രേഖപ്പെടുത്തി. പോലീസ് നൽകിയ സംരക്ഷണവും പിന്തുണയും തങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയതെന്നും നിയമ സംവിധാനത്തിലും സർക്കാരിലും പൂർണ്ണ विश्वासമുണ്ടെന്നും യുവതി പറഞ്ഞു. आणि पोलिसांच्या बाबतीत बेफिकर राहा, कोणीच एका शब्द काही बोलू नका. त्यांनी आम्हाला खूप सहकार्य केलेले. आज ते होते म्हणून आज आम्ही पंचनामाला आलेलो नाही, तर आज आमची याची डेअरिंग नव्हती. आज त्यांनी सपोर्ट केलेला आहे. कृपया करून त्यांना कोणी ब्लेम करू नका. आज त्यांच्या पायी आज आपण लोक आहे आणि त्या लोकांना ते पकडून आणणारे मला एवढी पूर्ण गॅरंटी माझ्या सरकारवर आपल्या ह्याच्यावर. നാസിക്കിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും പിടികൂടിയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.